സാർ, ബംഗ്ലാദേശ് ഇന്ത്യയുടെ കസ്റ്റഡിയിലാണ്. അതായത് ബംഗ്ലാദേശിൽ ഇപ്പോൾ ആഭ്യന്തര കലാപം, നമ്മൾ ഇതിനു മുൻപ് സംസാരിച്ചതുപോലുള്ള ആഭ്യന്തര കലാപമല്ല ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് കത്തുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇടക്കാല സർക്കാരിൻ്റെ അധികാരത്തിൽ വന്ന യൂനസ് എന്നും പറയാം, യൂനൂസ് എന്നും പറയാം, അയാൾ ഇങ്ങനെ വെപ്രാളത്തിൽ നെട്ടോട്ടം ഓടുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? കാരണം ഷെയ്ഖ് ഹസീന തിരിച്ചു വരിക, കാരണം ഡോവലിൻ്റെ തന്ത്രം ഉള്ളതുകൊണ്ട് ഊണിലും ഉറക്കത്തിലും യൂനസിന് ഭയമാണ്. ഷെയ്ഖ് ഹസീന തിരിച്ചു വന്നാൽ തനിക്ക് ഇവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ തന്നെ തൂക്കും. ഇതാണ്. അപ്പോൾ എന്തായിരിക്കും ബംഗ്ലാദേശിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? യൂനസ് ഇപ്പോഴാ കലാപം കണ്ടത്. യൂനസിനകത്ത് വന്നതൊരു കലാപ ഓപ്പറേഷനിൽ കൂടിയാണ്. അതായത് ബംഗ്ലാദേശിലെ ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇപ്പം വെളിയിൽ വന്ന പോലെ CAA, അത് CAA, അമേരിക്ക ചാരസംഘടനയും ചൈനയും എല്ലാം കൂടെ നടത്തിയൊരു പരിപാടിയാണ്. അതിനകത്ത് ഇപ്പോഴത്തെ ആർമി ചീഫൊക്കെ പങ്കാളിയാണെന്നോ, അല്ലാതെ ഒക്കത്തില്ലല്ലോ, ഇതിനകത്ത് അകത്താളിനെ പിടിക്കണമല്ലോ. അപ്പം അന്നൊരു കലാപം ഉണ്ടാക്കി. ആലം എന്ന് പറഞ്ഞൊരു ചെറുക്കൻ കണ്ടില്ലായിരുന്നു, വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ്, അദ്ദേഹം പിന്നെ നമ്മുടെ പടം വരച്ചത് മാപ്പ്, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം കൂടി. ഇത് അന്ന് ബൈഡൻ ഇരിക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുവന്നു, യൂനസ് കാണിക്കുന്നു, ഇതാണ് ഞങ്ങളുടെ അടുത്ത പയ്യൻ, ഇയാളുടെ ഉപദേഷ്ടാവായിരുന്നില്ല, പടം വരയ്ക്കും നല്ലപോലെ. അന്ന് നമ്മൾ നോട്ടി വെച്ചതാണ്. നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനം എല്ലാം കൂടെ പുള്ളി കൂട്ടിച്ചേർക്കും. ഉള്ളത് പിടിച്ചു വെക്കാൻ വയ്യ അവന്, ഇപ്പോൾ അവിടെ കിടന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് ആ കലാപത്തിൽ കൂടെ അന്ന് അവിടെ വരുന്നു, അട്ടിമറിക്കുന്നു, ഹസീന സ്ഥാനഭ്രഷ്ടയാക്കുന്നു. ഹസീനെ കൊല്ലുന്നതിന് വേണ്ടിയായിരുന്നു തീരുമാനിച്ചത്. ഇവന്മാർ ഈ കലാപം ഉണ്ടാക്കിയമാർ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അന്ന് വന്ന വാർത്തകളൊക്കെ നിങ്ങൾ നോക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ആൾക്കാർ പ്രേക്ഷകരൊക്കെ കണ്ടു കാണും. എടാ, മൃഗങ്ങൾക്ക്, അതായത് നമ്മുടെ സൂ ഉണ്ടല്ലോ, സൂവിൽ നിന്ന് മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചുകൊണ്ട് പോയി തിന്നതാണ്. അപ്പോൾ ഹസീനെ കിട്ടിയാലും ഇവന്മാർ വെച്ചേക്കുമായിരുന്നു. ഹസീന വെളിയിലിറങ്ങി ഈ നേരത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ, ബംഗ്ലാദേശ് ഉണ്ടാക്കിയ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഹസീനയുടെ അച്ഛനും ഒരു 38 പേരെയും കൂടെ കൂട്ടക്കൊല ചെയ്തൊരു ചരിത്രം ബംഗ്ലാദേശിനുണ്ട്. അപ്പോൾ അവരിറങ്ങി, ഓക്കെ, എൻ്റെ കാര്യം തീരുമാനമായി. കാരണം പട്ടാളവും ഇല്ല, പോലീസും ഇല്ല, എല്ലാം കലാപകാരികളുടെ കൂടെ കൂട്ടിയാലല്ലേ ഭരണം അട്ടിമറിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അവർ കൊട്ടാരത്തിന് വെളിയിൽ ഇറങ്ങി നിൽക്കുക. കൊട്ടാരത്തിലേക്ക് ആൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഹെലികോപ്റ്റർ വരുന്നു. നമ്മളില്ലേ പറയത്തില്ലേ, നമ്മളില്ലേ പഴയ പുരാണ കഥകളിൽ കാണുന്ന പോലെ ഒരു ഹെലികോപ്റ്റർ വരുന്നു, അവിടെ നിൽക്കുന്നു, ഇവരെ കയറ്റുന്നു, പോകുന്നു, നമ്മുടെ പശ്ചിമ ബംഗാളിൽ കൊണ്ട് നടക്കുന്നു. അത് വേറെ ഓപ്പറേഷനാണ്. കാരണം ഈ കലാപകാരികളും അല്ലെങ്കിൽ അവർ വിചാരിച്ചവരും ഒക്കെ, അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ അവർ കലാപം നടത്തിക്കൊണ്ടിരുന്ന ഒരു അട്ടിമറി, അതിൻ്റെ കൂടെ ആ അട്ടിമറിയുടെ കൂട്ടത്തിൽ, ഈ കലാപത്തിൻ്റെ കൂട്ടത്തിൽ അവർ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ ചെയ്യാൻ വെച്ചിരുന്ന കാര്യമായി ഇവരുടെ കൊലപാതകം ഉൾപ്പെടെ ഹസീന തീർത്തിരിക്കണം. അതൊരു പക്ഷേ ഹസീനയുടെ ഭരണം അട്ടിമറിക്കുന്നതിനും, ഹസീന വീണ്ടും ഇതുപോലെ നേരത്തെ അട്ടിമറിച്ചിട്ടുള്ള ഇടത്ത് തിരിച്ചു വന്നിട്ടുണ്ട് ഹസീന, പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അപ്പോൾ ഈ ഒരു ആളിനി ഇരുന്നാലല്ലേ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ അവരെ ഫിനിഷ് ചെയ്യണം. കാരണം അവരൊരിക്കലും അമേരിക്ക, ഇത് അട്ടിമറിച്ച അമേരിക്കയുടെ ഭാഗമായിട്ട് നിന്നിട്ടില്ല. അമേരിക്കയെ വെല്ലുവിളിച്ച് നിന്നിട്ടുള്ളവരാ, ഇന്ത്യയുടെ ഭാഗമായിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ. അവരെ തീർക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ തീരുമാനം അവിടെ പാളിയില്ലേ, കലാപത്തിന്റെ മറവിൽ അവരെയും കൊല്ലുക. ആ തീരുമാനം അവിടെ പാളി. ഇപ്പം നമ്മുടെ കസ്റ്റഡിയില്ല. ഇപ്പം അന്ന് മുതൽ യൂനസ്, അതിനുശേഷം യൂനസ് വരുന്നു. ഇപ്പം പിന്നൊരു കളി കളിച്ചു. യൂനസ് ഈ കൂടെ നിന്ന പട്ടാള മേധാവ് വിചാരിച്ചു, ഇവരുടെ ബന്ധുവായിരുന്നു, പട്ടാള മേധാവ് വിചാരിച്ചു എനിക്കാവാം ഭരണാധികാരി. പക്ഷെ അവിടെ വെച്ച് അമേരിക്ക വീണ്ടും പണി കൊടുത്തു. ഇവിടുന്ന് രാജ്യദ്രോഹി എന്ന് പറഞ്ഞ് നാട് കടത്തിയിരുന്നവനാണ് യൂനസ്. അവിടെ കയറാൻ പറ്റത്തില്ലായിരുന്നു. അവനെ അവിടെ കൊണ്ടുവന്ന് നേരത്തെ നമ്മൾ പറയുന്നില്ലേ, വളയൊക്കെ ഇട്ട് നിർത്തിയേക്കുന്ന, കല്യാണം കഴിപ്പിക്കാനെന്ന് പറഞ്ഞാൽ ഇവന് നോബൽ പ്രൈസ് ഒക്കെ കൊടുത്ത് അവിടെ നിർത്തിയേക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കാലങ്ങളായിട്ട് ഡീപ് സ്റ്റേറ്റിൻ്റെ പണി നമ്മളാവില്ലേ, കാലങ്ങളായിട്ട് നിർത്തിയിരുന്നിട്ട് ഈ സമയത്ത് ഇവിടെ കൊണ്ട് അവരോധിച്ചു. അപ്പം ഇപ്പം ഇദ്ദേഹം അന്ന് തൊട്ട് എഴുത്തൂത്തൊക്കെ തുടങ്ങി. എന്തുവാ, പുള്ളി ഭരണാധികാരിയാണല്ലോ. അവിടെ ഇവരെ കുറ്റക്കാരിയായിട്ട് വിധിക്കുന്നു. അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ നിരോധിക്കുന്നു. പാർട്ടിയെ നിരോധിച്ചേ ഒക്കത്തുള്ളൂ. അവർക്ക് അവിടെ ഭൂരിപക്ഷമുണ്ട്. പ്രതിപക്ഷം മത്സരിക്കാതിരുന്ന കാലമുണ്ട് അവിടെ. എന്നാൽ മത്സരിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് നമ്മളിപ്പോൾ ഇവിടെ ഇന്ത്യയിലൊരു പ്രതിപക്ഷം ഉരുത്തിരിഞ്ഞിങ്ങനെ വരുന്നുണ്ടല്ലോ, നാളെ കാലത്ത് ഉണ്ടാവാത്ത, അല്ലെങ്കിൽ ഇപ്പം തന്നെ മത്സരിക്കേണ്ട എന്നുള്ള രീതിയിൽ ആ ബീഹാർ ഇലക്ഷനകത്തുനിന്ന് വന്ന റിസൾട്ട്, നിങ്ങളെന്തിനാ മത്സരിക്കുന്നത്, അങ്ങ് നിർത്തിക്കൂടെ എന്ന്. അപ്പം അവിടെ അങ്ങനെ ആയി. കാരണം നിരന്തരമായിട്ട് ഇവർ തന്നെ അധികാരത്തിൽ വരുവാണ് ജനാധിപത്യ രീതിയിൽ. സാറിതാണ് പറഞ്ഞതല്ലേ, വലിയ ഇങ്ങേരി നിന്ന് മോദിയുടെ അമ്മയ്ക്ക് വിളിച്ചു, അങ്ങേരി ചെന്നൊരു ഷോള് കറക്കി കാണിച്ച് ഒത്ത് കുഞ്ഞു പോകുന്ന, അതാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ അവരെ അവാമി ലീഗിനെ പുറത്താക്കുന്നു, അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മൊത്തം ജയിലിലാക്കുന്നു, അവരെ കൊന്നുകളയുന്നു. ആ രീതിയിലേക്ക് പോരുന്ന സമയത്ത് അവിടെ ഒന്നുമില്ലായിരുന്നു. ഇപ്പം ഇതാ വന്നടാ അവാമി ലീഗിൻ്റെ ആൾക്കാർക്ക് ശക്തി എന്നില്ല, ഡിങ്കൻ വരുന്ന പോലെ വന്നേക്കുന്നു. മൊത്തം അടിച്ച് പൊളിച്ച് പട്ടാളം അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുകയാണ്. ധാക്കയിലൊക്കെ നേരത്തെ പട്ടാളം അവിടെ എല്ലാം ട്രാങ്കർ ഇട്ടേക്കുക. കാരണം ഏത് സമയം അത് പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതേ രീതിയിലേക്ക് അവിടെ വളരെ ബുദ്ധിമുട്ടിലേക്കാണ്. കലാപം
കാരണം ഇവിടെ ഇവർക്കെതിരെ വിചാരണ നടത്തുന്നു, ഇവർക്കെതിരെ വിധി എടുത്തുന്നു, ഇവരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി തീരുമാനിക്കും. തൂക്കിക്കൊല്ലാൻ അവിടെ ഇരിപ്പില്ലേ? തൂക്കിക്കൊല്ലണമെങ്കിൽ ആളവിടെ ചെല്ലണം. തൂക്കിക്കൊല്ലാൻ നിയമമാക്കി വെച്ചിട്ടുണ്ട്. അതിനിയും അതിൻ്റെ നിയമവശത്തിൽ ഇങ്ങനെ നീങ്ങും. നമ്മൾ കൊടുക്കത്തൊന്നുമില്ല. ഇനി ഏത് അന്താരാഷ്ട്ര മാധ്യമത്തിൽ കൊടുത്താലും ഇവിടെ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് അവരെ കൊടുക്കത്തില്ല. അതിനാണല്ലോ അന്ന് അവരെ കൊല്ലാൻ കൊടുക്കാനാണെങ്കിൽ അന്ന് കൊടുക്കാമായിരുന്നു. അത്ര റിസ്ക് എടുത്തുകൊണ്ട് കൊടുക്കത്തില്ല. അപ്പം ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യം പറഞ്ഞാൽ ഇന്ത്യൻ കസ്റ്റഡിയിൽ ഈ തൂക്കാൻ ഹസീനയെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഇവനെ തൂക്കും. ആരെ? ഈ യൂനസിനെ തൂക്കും എന്ന് പറഞ്ഞാൽ ഈ ആലം കാണിച്ച കലാപമൊന്നും അല്ല ഇവിടെ നടത്താൻ പോകുന്നത്. ഇപ്പോഴാണ് യഥാർത്ഥ കലാപം. അതായത് യൂനസ് പഠിക്കണം എന്താണ് കലാപം, എങ്ങനെയാണ് അട്ടിമറി, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. യൂനസ് കണ്ടത് നമ്മൾ ആവേശത്തിൽ പറയുന്നില്ല, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഓപ്പറേഷനുള്ള കലാപം. ഈ ഇന്ത്യക്ക് ഇതിനപ്പുറം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും, കലാപം ഉണ്ടാക്കാൻ സാധിക്കും, ഇന്ത്യയുടെ ഭാഗമല്ലാതെ നിൽക്കുന്നവനെ വരുതിക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് ഇന്ത്യയെപ്പറ്റി ഇന്ത്യ പറയുന്നില്ല, ഇന്ത്യക്ക് അറിയത്തില്ല. അവിടെ കലാപം ആരോ നടത്തുന്നു, ആരോ ചെയ്യുന്നു. ലോകമൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ഈ ഡീപ് സ്റ്റേറ്റ് ഉണ്ടോ ഇന്ത്യക്ക്? ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. ഇന്ത്യക്കെതിരെ വരുന്ന ബംഗ്ലാദേശി കലാപം, ഇന്ത്യക്കെതിരെ വരുന്ന പാകിസ്ഥാനി മൊത്തം പ്രശ്നം, ഇന്ത്യക്കെതിരെ നേരത്തെ വന്നപ്പം ശ്രീലങ്കയ്ക്കകത്ത് പ്രശ്നം, ഭരണാധികാരി എവിടുന്നു, ഇന്ത്യക്കെതിരെ നേരത്തെ മാലിദ്വീപിലെ ഭരണാധികാരി ഇതെന്തോ ഇത്. അതുപോലെ ഇന്ത്യക്കെതിരെ നമ്മുടെ ഇതുണ്ടല്ലോ മറ്റേ അല്ല യൂറോപ്യൻ രാജ്യം നേരത്തെ ഒരു ഭരണാധികാരി എന്നിട്ട് റെസ്യൂം ചേഞ്ച് ഇപ്പം ലണ്ടനല്ല മറ്റേ കനേഡിയൻ പ്രധാനമന്ത്രി ഇന്ത്യക്കെതിരെ അയാൾ എന്ത് 40-ാമത്തെ വയസ്സിൽ ലോകം ചർച്ച ചെയ്ത് ഇത്രയും യുവാവായിട്ടുള്ള ഇയാൾ എവിടെ പോയി അവസാനിക്കും? അയാൾ എവിടെ പോയി അവസാനിച്ചെന്ന് കണ്ടല്ലോ. ഇന്ത്യക്കെതിരെ നിൽക്കുമായിരുന്നു. ഇപ്പൊ അവിടുത്തെ ഭരണാധികാരി ഇന്ത്യക്ക് അനുകൂലമാണ്. അമേരിക്കയെ വെട്ടിക്കൊണ്ട് അമേരിക്കയെതിരെ റീൽസും അല്ലെങ്കിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങളും ഒക്കെ നടത്തി ഇന്ത്യയുമായിട്ട് ഡീലായി 3 രാജ്യങ്ങൾ. അറിയാമോ? അതാ ഇന്ത്യ. മനസ്സിലായി? ഇപ്പം ഇവനെ തൂക്കാൻ വെച്ചോടുകൂടി ഇവനെ തൂക്കും. കാരണം ഇനി അവിടെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പോക്ക് അങ്ങനെയല്ല. ഇപ്പം ഈ സിന്ദൂർ 2 ഓപ്പറേഷനകത്ത് നിങ്ങൾ നോക്കിയോണം, ഒരു കാര്യം നടക്കും, വൃത്തിയായിട്ട് മേടിക്കും. കാരണം ഇവന്മാർ അതിനുള്ള പരിപാടി അതിർത്തിയിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് എഴുതി വെച്ചോ, സിന്ദൂർ 2 പാകിസ്ഥാന് മാത്രമല്ല കിട്ടാൻ പോകുന്നത്, ബംഗ്ലാദേശിന് അടി മേടിക്കും. തുർക്കിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടും. തുർക്കിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആരോപണം പോലും ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അടിയായിരിക്കും കിട്ടും. എന്റെ മുന്നേ തന്നെ ആരെങ്കിലും ഞാൻ അടിക്കാൻ ധന്യക്ക് ബോധ്യപ്പെട്ട ഞാൻ അടിച്ചെന്ന് കിട്ടുക പട്ടോ ഇല്ല ആളിനെ കാണാനില്ല, അങ്ങനെ അദൃശ്യമായ അടി. ആ അടിക്ക് ആരോപണം എന്തെങ്കിലും പാകിസ്ഥാന് പറയാൻ പറ്റും. ഇത് പാകിസ്ഥാനിത് പറഞ്ഞുകൊണ്ടേ അടിക്കുന്നുള്ളൂ. നമ്മുടെ ഈ ഇമേജിന്റെ വിഷയമാണ്. മനെ തരാൻ പോവാ, തീരുമാനമായിട്ടുണ്ട്. വൃത്തിയായിട്ട് റെഡി ആയിക്കോ. അവന്മാരെന്നേ എന്തോ റെഡിയാവന്നെ. ഇടക്കിടക്ക് മോദിയെ വിളിച്ച് ചോദിക്കാം, എന്നാ ഉടനെ ഉണ്ട് ഇന്നത്തെ നമ്മളത് മൈൻഡ് പോലെ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ശൈലി എന്തെന്ന് പറയാം, പാകിസ്ഥാനൊക്കെ അടിക്കുന്നുണ്ട്, ഇതിനു വേണ്ടി തയ്യാറെടുപ്പ് എന്തിനാ? അല്ല നോക്കി ചുമ്മാ ഇതിനു വേണ്ടി തയ്യാറെടുപ്പ് എന്തിനാ? അതാ എപ്പോഴും ഇന്ത്യയുടെ ശൈലി എനിക്ക് വന്നത്. അവിടെ തീരും എന്നുള്ള രീതിയാണ്. ഇത് നമ്മുടെ മൈൻഡിൽ പോലും ഇല്ല. എല്ലാം സെറ്റാണ്. എപ്പോഴാ പിള്ളേർ കയറി വെച്ച് മോദി പറഞ്ഞിട്ടില്ല, അതെല്ലാം അവരെ ഏൽപ്പിച്ചേക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം അതാ പറഞ്ഞു, അതൊക്കെ നമ്മുടെ പട്ടാളക്കാരെ ഏൽപ്പിച്ചേക്കുക. അല്ലാതെ ഇതിനകത്ത് കാര്യമൊന്നുമില്ല. അവർ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ട പോലെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ രീതി. അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് നിരീക്ഷണം. പക്ഷെ നമ്മുടെ ഒരു ശൈലി ഇത്, അവന്മാരങ്ങ് ഒരുങ്ങുക. ഇപ്പൊ കിട്ടും, എന്തിനാ ഒരുങ്ങുന്നത്? ഇപ്പൊ കിട്ടും. ആദ്യം ഞങ്ങൾ അടിക്കുന്നത് വീരമാണ്. ആദ്യം ഞങ്ങൾ അടിക്കുന്നത് ഇത് കണക്കാക്കിയാണോ ഞങ്ങൾ ഇരിക്കുന്നത്? ചില കണ്ടിട്ടില്ലേ, വലിയ പട്ടി നടന്നു പോകുമ്പോ ചില കിള്ളിപ്പട്ടി കിടന്ന് അതേ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ സിംഹത്തിന്റെ കൂടെ നടന്നു കണ്ടിട്ടില്ലേ? അതേ ശൈലിയായി. ഇപ്പൊ ആദ്യം അടിക്കുമെന്ന് പറഞ്ഞു, അതേ ശൈലിയാ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ബംഗ്ലാദേശിൽ ആഭ്യന്തര കലഹം രൂക്ഷമാണ്. ആലം എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കൊണ്ടുവച്ചിട്ട് അന്ന് അമേരിക്ക നടത്തിയതുപോലെയുള്ള ഒരു ആഭ്യന്തര കലഹമല്ല. ഈ കലഹത്തിന്റെ പറയൽ എപ്പോഴും ഉരുത്തിരിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. ഈ കലഹം ഉണ്ടാകുന്നത് ഡൽഹി സ്ഫോടനത്തിന് ശേഷമാണ്. അവിടെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു, അതിനുശേഷം ആഭ്യന്തര കലഹം ഉണ്ടാകുന്നു. അതിനുശേഷം ഇവർക്കെതിരെ ഈ പറയുന്ന പോലെ വിധി വരുന്നതിന് മുമ്പ് അയാളുടെ മകൻ പറയുന്നു, ഈ വിധി അവർക്ക് അനുകൂലമല്ലെങ്കിൽ അവിടെ ബംഗ്ലാദേശ് കത്തിക്കണമെന്ന്. ഇതുവരെ മോന് പറയാൻ പറ്റിയില്ലയോ? ഇതുവരെ എന്തുകൊണ്ട് മോന് പറയാൻ പറ്റിയില്ല? ഹസീനയുടെ മകനാണ് പറഞ്ഞു US ഇരുന്നുണ്ട് കത്തിക്കണമെന്ന്. ഇതുവരെ ഹസീനയ്ക്കയുടെ ആൾക്കാർക്ക് അവിടെ കത്തിക്കാൻ പ്രാപ്തരല്ലായിരുന്നു. ഇതുവരെ ഹസീനയുടെ ആൾക്കാരെന്തുവാ അവിടെ ഇല്ലായിരുന്നു.
അപ്പോൾ ഇത് ഇത്രയും ദിവസമായല്ലോ അവിടെ യൂനസ് വളരെ കാലമായിട്ട് ഭരിക്കുന്നു, യൂനസ് പലതും ചെയ്യുന്നു, യൂനസ് ആൾക്കാരെ ഉദ്ധരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാന്ന് പറയാം. അപ്പം അതാണ് ഇപ്പോഴതിന് ഒരുങ്ങാൻ അതിന്, അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യാൻ അതിനകത്ത് ഈ പറയുന്ന പോലെ ആളുണ്ട്, ആൾക്കാരുണ്ട്, അത് ചെയ്യേണ്ട രീതി ചെയ്തിരിക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകം പറയുന്നത് ഈ ഇന്ത്യയോട് കളിക്കുന്ന, ഇന്ത്യക്ക് ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടോ? എനിക്കറിയത്തില്ല. ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ അതും എനിക്കറിയത്തില്ല. ഇതൊക്കെ ലോകം ചർച്ച ചെയ്യുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മൾ ഏറ്റു പറയുന്നു.